ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാനുവിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി മോഹനൻ്റെ വീട്ടിലേക്ക് ഗായത്രി മനസ്സില്ലാ മനസ്സോടെ പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഗായത്രി ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗായത്രി ഡ്രസ്സൊക്കെ മാറി വരികയാണ്. എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഗായത്രി സമ്മതം വാങ്ങുകയാണ്. കരഞ്ഞുകൊണ്ട് ഗായത്രി മനസ്സുകൊണ്ട് പറയുകയാണ്, ഭാനുവിൻ്റെ കല്യാണ കാര്യത്തിന് വേണ്ടി ഞാൻ മോഹനൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. മനസ്സില്ലാ മനസ്സോടെയാണ്. ഭാനുവിൻ്റെ ജീവിതം ഒരു കുഴപ്പവും വരരുത് എന്നൊക്കെ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടാണ് ഗായത്രി ഭാവനയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഭാവനയോടും സേതുവിനോടും മായയോടും ഭാനുവിനോടും സൂര്യയോടൊക്കെ ചേർന്ന് പറയുകയാണ്, ഭരത്തിനോടൊക്കെ ചേർന്ന് പറയുകയാണ്, എന്നാൽ നമുക്ക് മോഹനൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറയട്ടോ. അപ്പോൾ അമ്മക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഭാനുവിൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല, നമുക്ക് പോവാം എന്ന് പറയട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന ഭാവനയ്ക്കും സൂര്യയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഭാവന ഗായത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാനുവും സന്തോഷത്തോടു കൂടി ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സേതുവിനും മായക്കും സൂര്യയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പറയാണ്, ആൻറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, എൻ്റെ സൂര്യമോൻ എന്നോട് വന്ന് ഒരു കാര്യം പറഞ്ഞു, അത് എൻ്റെ ആഴത്തിൽ പതിഞ്ഞു, എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എൻ്റെ മനസ്സിൽ ആകെയുള്ള ടെൻഷൻ ഭാമയുടെ ജീവിതം പോലെ ഒരിക്കലും ഭാനുവിൻ്റെ ജീവിതം ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ കല്യാണം വേണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ്, ഒരിക്കലും ഭാമയുടെ ജീവിതം പോലെ ഒരിക്കലും ഭാനുവിൻ്റെ ജീവിതമാവില്ല അമ്മേ, കാരണം ഇത് അവരായിട്ട് കൊണ്ടുവന്ന ആലോചനയല്ലേ എന്ന് പറയുമ്പോൾ ഗായത്രി പറയണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ മോഹനനെ കുറിച്ച് എനിക്ക് ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ ഉള്ളത്. എൻ്റെ മോൾ ഒരിക്കലും ഇനി കഷ്ടപ്പെടരുത്, ആ ഒരു ചിന്ത കൊണ്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ ഡിമാൻഡ് പോലെ ഞാൻ അവിടെ പോയി സംസാരിച്ചോളാം എന്ന് പറയട്ടോ. അങ്ങനെ ഭാവന ചോദിക്കുകയാണ്, അല്ല ഞങ്ങളെ കൂടെ ആരൊക്കെയാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ, എനിക്കെന്തായാലും നിങ്ങളെ കൂടെ വരാൻ കഴിയില്ല, എനിക്ക് ഓഫീസിലൊന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ പോയാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഭരത് പറയണേ, എനിക്കും ഇപ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല, അതുകൊണ്ട് മായേച്ചിയും സേതുവേട്ടനും കൂടി പോയാൽ മതി എന്ന് പറയുമ്പോൾ മായ പറയണേ, ഞാനുമില്ല, ഭാനു ഇവിടെ തനിച്ചാവില്ലേ, അതുകൊണ്ട് സേതുവേട്ടൻ അമ്മയും ഭാവനയും കൂടി പോയാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ പറയണേ, എങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ അവിടെ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി സൂര്യയുടെ കൂടെ നേരെ മോഹനൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മോഹനൻ്റെ വീട്ടിൽ ഭാവന പോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് കതക് വന്ന് തുറക്കുന്നത് ജയേഷിൻ്റെ അമ്മ രാജി ആയിരിക്കും കേട്ടോ. അങ്ങനെ അവർ സ്നേഹത്തോടു കൂടി അകത്തേക്ക് അവരെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് മോഹനൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. മോഹനനെ കാണുന്ന സമയത്ത് തന്നെ ഗായത്രിക്ക് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ മോഹനനെ നോക്കുന്നത്. എന്നിട്ട് മോഹനൻ പറയാണ്, ആ ചേച്ചിയോ? അപ്പോൾ ഭാവന പറഞ്ഞ വാക്ക് പാലിച്ചു. കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടി ചേച്ചി വരണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഗായത്രിക്ക് മോഹനൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിയാണ് കേട്ടോ. അങ്ങനെ ഗായത്രി മുഖത്തേക്ക് നോക്കാതെ പറയുകയാണ്, ഞാൻ അന്ന് വീട്ടിൽ വന്ന സമയത്ത് നിങ്ങളോട് മോശമായി പെരുമാറിയതിന് എന്നോട് ക്ഷമിക്കണം. മോഹനൻ പറയാണ്, എൻ്റെ മോളുടെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും വരികയായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി അവസാനിച്ചേനെ. പക്ഷേ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കല്യാണം ഞാൻ അവസാന നിമിഷത്തിലാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത്, അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണെന്ന് പറയുമ്പോൾ ഗായത്രി പറയുന്നത്, അതുകൊണ്ടൊന്നുമല്ല ഞാൻ കല്യാണത്തിന് വരാതിരുന്നത്, നിന്നോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ്. എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മോഹനൻ പറയണേ, കണ്ടോ രാജി, ചേച്ചിയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവുമില്ല, ആ പഴയ സ്വഭാവം തന്നെയാണ് ചേച്ചിക്ക്. ഇപ്പോൾ ഗായത്രി പറയണ, ഞാനായിട്ട് പിള്ളേരുടെ കാര്യത്തിന് ഒരു തടസ്സം നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ മോഹനൻ പറയണേ, ചേച്ചിയുടെ ഭാഗ്യമാണ് സൂര്യയെ പോലുള്ള ഒരു മരുമകനെ കിട്ടാൻ വേണ്ടി. ഇതുപോലെ സ്വഭാവമുള്ള ഒരു മരുമകനെയും ആർക്കും കിട്ടില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് സൂര്യയുടേത്. സൂര്യയ്ക്ക് എന്തൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളോടൊക്കെ ഉള്ളത്. ഭാനുവിനെ MBBS പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് ഭാനുവിൻ്റെ കല്യാണക്കാര്യം ഇവിടെ വന്ന് സംസാരിക്കുന്നു. അങ്ങനെ നല്ല സ്വഭാവമാണ് സൂര്യയുടേത് എന്നൊക്കെ പറഞ്ഞ് മോഹനൻ സൂര്യയുടെ വളർമയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി പറയണേ, എല്ലാം എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മോനെയാണ് ഇവർ അന്ന് കാണാൻ വേണ്ടി വന്നത് എന്നുള്ള കാര്യം. അപ്പോൾ മോഹനൻ പറയണേ, എന്തായാലും നല്ലൊരു അമ്മയ്ക്ക് മാത്രം
മാത്രമാണ് മക്കളുടെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗായത്രിയെ സോപ്പിടാൻ കേട്ടോ. അങ്ങനെ മോഹനനും രാജിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ ചേച്ചിയെ കൊണ്ട് മുട്ടുകുത്തിപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് വിനയഭാവത്തോട് കൂടിയിട്ട് മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ട് തന്നെയാണ് മോഹനൻ സംസാരിക്കുന്നത്. എന്നിട്ട് ഭാവന ചോദിക്കുകയാണ്, അല്ല ജയേഷ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ജയേഷ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഇപ്പം തന്നെ വരുമെന്ന് പറയട്ടോ. എന്നിട്ട് സേതുവും ഭാവനയും ഇങ്ങനെ സ്വകാര്യത്തിൽ പറയുകയാണ്, അമ്മ വന്ന കാര്യം പറ, ചോദിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗായത്രിക്ക് മടിയോട് കൂടിയിട്ടാണ് കേട്ടോ മനസ്സില്ല മനസ്സോടെ ചോദിക്കുകയാണ്. അപ്പോഴൊക്കെ രാജിയും മോഹനനും വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവരെ ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഗായത്രി പറയാണ്, ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ മോളും നിൻ്റെ മോനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കൂടെ എന്നങ്ങ് ചോദിച്ചതോടുകൂടി അങ്ങനെ വഴിക്ക് വായോ എന്നുള്ള ഭാവത്തിൽ മോഹനും രാജിയും പുഞ്ചിരിയോട് കൂടി ഗായത്രിയെയും സേതുവിനെയും ഭാവനയെയും നോക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ സേതുവിന് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. മോഹനൻ്റെ ഓരോ പ്രവൃത്തിയും ഓരോ കാട്ടലും ഓരോ സംസാരമൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് ജയേഷ് വരുന്നത്. അങ്ങനെ ജയേഷിനെ അവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭാവന പറയണ, ദാ അമ്മേ ഇതാണ് ജയേഷ് എന്ന് പറയുമ്പോൾ ഗായത്രി ജയേഷിനെ അടിമുടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സേതുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഭാവന. അപ്പോൾ എനിക്കറിയാം, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ജയേഷ് പറയട്ടോ. അങ്ങനെ എൻ്റെ മകനെ എനിക്ക് ഡോക്ടറാക്കണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോൾ ഭാവന പറയണ്, അങ്ങനെ എല്ലാവർക്കും ഡോക്ടറാവാൻ കഴിയില്ലല്ലോ അങ്കിൾ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് ഭാവന പറഞ്ഞത്, ഞാൻ ഇവനെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് ഞാൻ ഇവനെ ഒരു അഡ്മിഷൻ ശരിയാക്കിയത് തന്നെ, എനിക്ക് 1 കോടിയുടെ ചെലവുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോൾ ജയേഷിൻ്റെ തോളിലൂടെ കൈയിട്ടിട്ടാണ് മോഹനൻ സംസാരിക്കുന്നത്. അപ്പോഴൊക്കെ ഇവർക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഭാവനയ്ക്കും സേതുവിനും ഗായത്രിക്കുമൊക്കെ ഒരുപാട് കോടികൾ ചെലവാക്കിയിട്ടാണ് ജയേഷിന് ഞാൻ അഡ്മിഷൻ ശരിയാക്കിയത് തന്നെ, അതെൻ്റെ ഒരു വാശിയായിരുന്നു. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ വാശിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഗായത്രി മോഹനനെ ഒന്ന് ദേഷ്യത്തിൽ ഇവൻ്റെ മനസ്സിലിരിപ്പ് എന്തോ ആണല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. എന്നിട്ട് മോഹനൻ പറയുകയാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവൻ ഡോക്ടറായിട്ട് വേണം, ഇവൻ്റെ കയ്യിൽ നിന്നും തന്നെ എനിക്ക് ചികിത്സ തേടണം എന്ന് പറയട്ടോ. അപ്പോഴൊക്കെ ഭാവന എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാവന നോക്കുന്നത്. ഇവന് വേണ്ടി ഞാൻ ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇവനിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശി തന്നെയാണ്. അതിനുള്ള മാർഗമാണ് ഇവൻ്റെ കല്യാണം. കാരണം ഇവനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇവന് നല്ല ആലോചനകൾ ഇഷ്ടം പോലെ വരും, അതും പണക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ. ഞാൻ പറയുന്ന സ്ത്രീധനം അവർ തരുകയും ചെയ്യും. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു കുരുക്കിൽ പോയി വീഴുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് എൻ്റെ മോനെ ഉപേക്ഷിക്കാനോ വലിച്ചെറിയാനോ കഴിയില്ലല്ലോ. ഗായത്രി ചോദിക്കാണ്, അല്ല നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ലേ? സേതു പറയണ്, മനസ്സിലാവാത്തതുകൊണ്ടല്ലേ അങ്കിളെ അമ്മ ചോദിച്ചത് എന്ന് പറയുമ്പോൾ മോഹനൻ പറയണ്, മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയാം എന്ന് പറയട്ടോ. അടുത്ത എപ്പിസോഡിൽ മോഹനൻ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം ഗായത്രിക്കും ഭാവനയ്ക്കും സേതുവിനും ഏകദേശം മനസ്സിലാവുകയാണ്. അങ്ങനെ മോഹനൻ പറയുകയാണ്, എനിക്ക് എൻ്റെ മോനെ ഭാനുവും തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ ഞാൻ ചോദിച്ച സ്ത്രീധനം എനിക്ക് കിട്ടണമെന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗായത്രിയും ഭാവനയും സേതു അങ്ങ് ഞെട്ടലോട് കൂടി എണീക്കുകയാണ് കേട്ടോ. എന്താ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ മോനെ പഠിപ്പിക്കാൻ എനിക്ക് ഒരുപാട് പൈസക്ക് ചിലവ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ എനിക്ക് സ്ത്രീധനമായി കിട്ടണമെന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗായത്രി പറയണ്, അത് ശരി, അതിന് വേണ്ടിയിട്ടാണല്ലേ നീ ഈ നാടകമൊക്കെ കളിച്ചത്, എനിക്കൊരിക്കലും നീ ചോദിച്ച പൈസ തരാൻ കഴിയില്ല എന്നുള്ളത് നിനക്ക് അറിയാം, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണല്ലേ നീ എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് വന്നത്, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ദുഷിച്ചതെന്ത് തന്നെയാണല്ലേ, എന്നോട് പക വീട്ടാൻ വേണ്ടിയിട്ടാണല്ലേ നീ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ട് വന്നത് എന്ന് ഗായത്രി ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഗായത്രിയും ഭാവനയും സേതുവും കൂടി നീരസത്തോടു കൂടി കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ മോഹനൻ്റെ കളി തന്നെയായിരിക്കും അന്ന് ഭാനുവിൻ്റെ ഭക്ഷണത്തിൽ മയക്കുപൊടി
ചേർത്തതും പിന്നീട് യേശനെ കൊണ്ട് ഭാവനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയിപ്പിച്ചതും എല്ലാം മോഹനൻ്റെ കളി തന്നെയായിരിക്കും. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഗായത്രി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഭാവന ചെന്ന് പറയുകയാണ്, അമ്മ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്തുണ്ടായി? അവൻ്റെ മനസ്സിലിരിപ്പ് നിനക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും ഭാനുവും ജയേഷും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടിയിട്ടല്ല അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഞാൻ എല്ലായിടത്തും തോറ്റു കാണണം. അവൻ്റെ മനസ്സിലുള്ള ദേഷ്യവും പകയും ഇപ്പോഴും മാറിയിട്ടില്ല. എന്നോടുള്ള ദേഷ്യം അടക്കാനാവാതെയാണ് അവൻ ഇപ്പോഴും നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭാവന പറയണ്, അമ്മ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട. ഈ ഭാവന ഈ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിറകിൽ എന്തെങ്കിലും കാണുമെന്നുള്ളത് അമ്മയ്ക്ക് ചിന്തിച്ചൂടെ എന്ന് പറയുമ്പോൾ ഭാവന എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് ഗായത്രിക്ക് മനസ്സിലാവുകയാണ്.